ഇന്ന് എന്തായാലും നേരത്തെ ഇങ്ങനെ കഴിച്ച് എന്ത് ബ്രോസ്റ്റഡ് കഴിച്ച് അരമണിക്കൂർ ഇങ്ങോട്ട് തികഞ്ഞിട്ടില്ല. അപ്പം എന്താ കഴിക്കുന്നത്? നിന്റെ വയറ്റിൽ എന്താ കൊക്കപ്പുയുണ്ടോ? അതായിട്ട് എന്തിനാ വെച്ചതാ? നാളെ ഏതാ ബസ്? എങ്ങോട്ട്? ഒരു വീഡിയോ എടുക്കുമ്പോ ഒരു താല്പര്യമുള്ള മട്ടിൽ നിക്കടേ. മറ്റിപ്പോ കമന്റ് വരൂ ഓന് താല്പര്യമില്ല. നാളെ എന്തായാലും അരിങ്ങാടോ? നേരത്തെ എന്തോ കാളി എന്തോ ആയില്ലോ. അപ്പേ നാളെ ഫ്രീ കിട്ടുന്ന സമയത്ത് ജസ്റ്റ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഒന്ന് KSRTC സീറ്റിലിരുന്ന് വണ്ടി ഓടിക്കാതിരിക്കുമ്പം കേറുന്ന ആ ഒരു വിഷ്വൽ ഉണ്ടല്ലോ, അത് നിങ്ങളൊക്കെ ഡോറിന് കയറുമ്പോ ഫോൺ ഇങ്ങനെ വെക്കുന്നതിനെന്താ? അങ്ങനത്തെ ഒരു വിഷ്വല് എവിടെങ്കിലും എത്തുമ്പോ, ചായ കുടിക്കുമ്പോ, ചോറ് തിന്നുമ്പോ ഒക്കെ ഒരു വിഷ്വൽ എടുത്തിട്ട് കൊണ്ടുതരിക. വേണേ ഫോൺ കൊണ്ടോട്. ഫോൺ നല്ല ക്ലിയറിറ്റിയാ. പക്ഷെ എന്താണ് എഡിറ്റ് ചെയ്യണമെന്നേ ഉള്ളൂ. ഞാൻ ഇപ്പം ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ കാരണം എന്താണെന്നറിയോ? എല്ലാവരും പറയുന്നത് നീ എന്നിട്ടേച്ച് പോയി. പുലർച്ചെ 5 മണിക്ക് പോയിട്ട് മിനിയാന്ന് പുലർച്ചെ ഇന്നലെ പുലർച്ചെ പോയിട്ട് ഇന്ന് പുലർച്ചെ 3:30, 4:30, 5 മണിക്കാണ് എത്തുമ്പോൾ 5:30, 6:30 എങ്ങനെ ഉള്ളിലെത്തുന്നത്. പക്ഷെ ഞാൻ വിചാരിച്ചു ആ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തപ്പോൾ തെറിത്തള്ളനെ വിളിച്ചിട്ട് വീഡിയോ പോസ്റ്റ് ചെയ്തപ്പോൾ തെറിത്തള്ള ആ പരിസരത്തൂടെയെങ്കിലും വരുമെന്ന് ഞാൻ വിചാരിച്ചു. 2 മണിക്കൂർ 3 മണിക്കൂർ KSRTC സ്റ്റാൻഡില് 4 മണിക്കൂറുണ്ടായി. 2:30 എത്തിയിട്ട് 6:30 എടുത്ത്. പെരുമാറ്റിയ ബ്ലോക്കും ആകെ പോവാനൊരു ഉഷാറില്ലാത്ത എറണാകുളവും കോട്ടയാ. പക്ഷെ 2:30 ഡ്യൂട്ടി കിട്ടൂലേ? 2:30 ഡ്യൂട്ടിന്റെ പൈസയും കിട്ടൂലേ? ഇവിടെ ഉള്ളതൊക്കെ അര ഡ്യൂട്ടിക്കൊക്കെ അപ്പൊ പോകുന്നത്. ഇനി ആദ്യമൊക്കെ അര ഡ്യൂട്ടിക്ക് പോലുണ്ട്. ഇതുവരെ അര ഡ്യൂട്ടി ഒന്നും ഇല്ല. പിന്നെ ഉച്ചക്ക് തുടങ്ങിയിട്ട് 1:30 ഡ്യൂട്ടിയാ? ഞാൻ വിചാരിച്ച അര ഡ്യൂട്ടിയാ. അര ഡ്യൂട്ടി 4 മണിക്കൂറുണ്ടാവുക. ഒരു ഡ്യൂട്ടി 8 മണിക്കൂറാ? 4 മണിക്കൂർ. കോഴിക്കോട് നിന്ന് കുറ്റിയാടി അല്ലെങ്കിൽ താമരശ്ശേരി കോഴിക്കോട് എത്താൻ വേണം 1.5 മുക്കാൽ മണിക്കൂർ 2 മണിക്കൂർ. ഞാൻ KSRTCയിലൊന്നും അല്ല. ഗവൺമെന്റ് എംപ്ലോയിക്ക് എന്താ ജാടാന്നറിയോ? ചില സമയത്ത് ബ്ലോക്കൊക്കെ വരുമ്പോ. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ ഓക്കെ, എന്നാ പിന്നെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ അല്ല മോൻ കോട്ടയത്ത് പോയപ്പോ ഞാൻ പ്രതീക്ഷിച്ചിട്ടോ വരും വിളിക്കുന്നൊക്കെ. എവിടാ, വെറുതെ ഒരു വീഡിയോ പോയി. ഓലെയൊക്കെ വിചാര വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് മാത്രം നീ കോട്ടയത്ത് പോയതാണല്ലോ. കോട്ടയത്ത് പോയിട്ട് നിനക്ക് എന്താ KSRTCയിൽ യൂണിഫോം കിട്ടാത്ത? KSRTC എംപ്ലോയ് വെച്ചിട്ടുള്ള എന്താ? ഹാഫ് കൈ വേണ്ടേ? ഉണ്ട്. KSRTC ഹാഫ് നിയമൊന്നുമില്ല. എനിക്കറിയില്ല. ഞാൻ അളിയനെ കണ്ടത് അങ്ങനെയാ. അത് ചില VSC എഴുതിയ ഉദ്യോഗം കിട്ടിയോലൊക്കെ ആവശ്യമുള്ള ആൾക്കാർ. അതുമല്ല, PSC എഴുതിയ ഉദ്യോഗം കിട്ടിയോ. ഞാൻ എൻ്റെ അളിയനെ കണ്ടെടുത്തോളം KSRTC ഡ്രൈവറായിട്ട് 22 വർഷമായി അളിയന്. ആ 22 വർഷവും ഞാൻ ഇൻസൈഡ് ചെയ്തുവാണ് കണ്ടത്. ഹാഫ് സ്ലീവ് ഇട്ടിട്ട് ഇപ്പോഴല്ലേ VS ആയത്.
ഇപ്പോഴല്ലേ VS ആയത്, ആ സമയത്തെ ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട്. ചെയ്യുന്നവരുണ്ടാവും, പക്ഷെ ഞാൻ പക്ഷെ നിനക്ക് എന്തായാലും ഒരു എംപ്ലോ വർക്ക് ഉള്ളത് കിട്ടും, അത് കിട്ടണം. കിട്ടാനൊന്നുമില്ല, അതൊന്നും അടുപ്പിക്കട്ടെ, എത്ര പൈസ വേണേ ഞാൻ തരാം. കാര്യം എന്താ വെച്ചാല് അല്ലാണ്ട് ഇങ്ങി കാക്കിയിട്ട് പോയിട്ട് ഇനി സ്ഥലം കാണാൻ പോയതാന്നും പറഞ്ഞു. തുണി വാങ്ങണോ? നാളെ തന്നെ പറയാം. എന്നിട്ട് ഞാൻ നല്ല കിടക്കാൻ പോവാണ്. ബൈ. മോനെ ഒരു ബൈ പറയും. എന്റെ തല കണ്ടിട്ട് എന്നെ തന്തപ്പൊടി ഇന്റെ തല എടുത്തിട്ടില്ല എന്നേ ഉള്ളൂ. ഞാനും വരും പേരൊക്കെ വരച്ചതിൽ ഇവൻ തിരിഞ്ഞതിൽ ഇവന്റെ മുഖം ഉണ്ടായി, ഞാനത് ശ്രദ്ധിച്ചില്ല. എന്നോട് ഞാൻ പറഞ്ഞ മക്കളെ വീഡിയോയിൽ കേട്ടരുത് എന്നുള്ളത്, ഡിലീറ്റ് ചെയ്തത് എന്ന് പറഞ്ഞു വോയിസ്. മോനെ ഫോൺ എടുത്തുണ്ടോ? അല്ല അത് സലീം ഉണ്ട് എന്നുള്ളതും കൂടി ഒന്ന് അറിയിക്കണ്ടേ? എവിടെ പോയി ഫോൺ, എവിടെ പോയി റോസ്? അല്ല അത് കേക്കണോ? അതുകൂടെ ഇതൊക്കെ കേട്ടെങ്കി അതുകൂടി കേക്കണോ? സാധാരണ നോക്കുന്നാണല്ലോ നോക്കുന്നതിനും അത് സ്പീഡിൽ ഇട്ടിട്ടാട്ടോ ദേഷ്യമായിട്ട്. സ്പീഡിൽ ഇട്ടിട്ടാട്ടോ കുറച്ച് ദേഷ്യം പോലെ തോന്നി. അപ്പം ഞാൻ കട്ട് ചെയ്ത് രണ്ടാമത് റീപോസ്റ്റ് ചെയ്തു. ഏതാ വീഡിയോ? ഫോട്ടോ ഉണ്ടോ? അതാവൂലിട്ട് നിക്ക്. പറയുന്നത് എന്താന്നറിയോ, ആ തൃശ്ശൂർ പൂരം ഉണ്ടല്ലോ, ആ പൂരത്തിന് എന്തെങ്കിലും കിട്ടിയാൽ മതി, അതേപോലെ പൂരത്തിന്റെ കണ്ണ് കുടുങ്ങിയാലും മതി. പൂരത്തിന്റെ കണ്ണ് കുടുങ്ങിയാൽ മതി, മക്കൾക്ക് എന്തെങ്കിലും അസുഖം വരും. അപ്പോൾ അത് വിചാരിച്ചിട്ടാണ് പറഞ്ഞത്. ഏതായാലും എല്ലാരോടും ചൊറിയുന്നത്. ആരോ തലേന്ന് രേണുസുതിന്റെ തലേന്ന് പേനുമായിട്ട് വന്നിക്ക് ഗായ്സ്. എന്റെതും ശരിക്കും കുറ്റം പറയരുത് കേട്ടോ. അഥവാ രേണുസുദീനെ ഓരോരുത്തർ തോന്നിയാസം പറയുമ്പോൾ ഇതാക്കുമ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതിന്റെ ഇപ്പുറത്തൊരു പേരിനൊരു മഹിമ ഉണ്ട്. എനിക്കൊരു കാര്യം കേൾക്കണോ? ഈ ഓസിക്ക് കിട്ടിയാല് ആസ്റ്റും കോരി കുടിക്കുന്നു കേട്ടില്ലേ? അതേപോലെ സ്റ്റൈല് കൂട്ടാൻ വേണ്ടിയിട്ട് ഹെയർ എന്തോ എയർ നീട്ടി വെക്കുന്നൊരു സംഭവമുണ്ട്. അത് വെച്ചതാ. അത് വെച്ചാ അതിൻ്റെതായിട്ടുള്ള നീറ്റ്നെസ് കൊണ്ടുപോകണം. കുളിക്കാണ്ട് തല നനയ്ക്കാണ്ട് അതിനുള്ള ഇത് മെഡിസിനും കാര്യങ്ങളും എന്ന് വെച്ചാൽ ഹെയർ വാഷ് ചെയ്യുകയും കണ്ടീഷണർ റെഡി ചെയ്യുകയും ഇതൊക്കെ ചെയ്യാണ്ട് പേന്നറിഞ്ഞ് ഈ നെറ്റിത്തൂടെയൊക്കെ പോയിട്ട് ഓരോരുത്തർ ഇതാ പേനെന്നും പറഞ്ഞ് ഞാൻ എടുക്കുക. അങ്ങനത്തെ ഒരു സാഹചര്യമാണ്. രേണു എന്ന് പറഞ്ഞാൽ മതി. രേണു എന്ന് പറയാ. രേണു എന്ന് പറയുമ്പോൾ ആരോ ജസ്ന എന്ന് പറയുമ്പോൾ അറിയോ? അരുൺ എന്ന് പറയുമ്പോൾ ആരോ അറിയോ? പക്ഷെ വേറൊരു കാര്യം പറ്റേ, ആ രേണു സുധി എന്ന് പറഞ്ഞ ഓരോരുത്തർ വൃത്തിയോട് പറയുമ്പോൾ തോന്നാസം പറയുമ്പോൾ ഇപ്പുറത്ത് നല്ലൊരു മനുഷ്യനുണ്ട്. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ആ കുട്ടീനെ സഹായിച്ചവരെയൊക്കെ കാല് വാരി തല്ലിയത് പോലത്തെ അവസ്ഥയല്ല. വീട് വെച്ചെടുത്തോലെ പറ്റി കുറ്റം പറഞ്ഞു. ഇപ്പം ഈ ആ ഹെയറിൻ്റെ മുകളിൽ നിന്ന് വിടൂല, ഇങ്ങനെ കളിക്കലായി. ആഴ്ചക്കേ വാഷ് ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ അതിനും പറയല്. പക്ഷെ എന്താക്കാൻ, ഇപ്പോൾ പേന്നറിഞ്ഞെങ്ങാൻ എനിക്ക് വീട്ടിൽ പോകണമെന്ന് പറഞ്ഞ് നിലവിളിച്ചിട്ട് കാര്യമല്ല. കുറച്ച് മുതിർന്ന സ്ത്രീ അല്ലേ അത്, അതിന് അതിൻ്റേത്. ഇപ്പം ഫാത്തിമയെ മോളൊക്കെ ആണെങ്കിൽ വിചാരിക്കുക അതിന് വിവരമില്ല, അന്തം വെക്കുന്നേ ഉള്ളൂ. ഇതള്ളച്ചിക്ക് അന്തം വെച്ചില്ലേ? അപ്പോൾ ഇവർക്കൊന്ന് പേനൊക്കെ വരാതെ അല്ലേ അതിൻ്റേതായിട്ടുള്ള എന്താണോ ട്രീറ്റ്മെൻറ്റ് അത് ഇവർക്ക് എടുത്തൂടെ? ഷാമ്പും കണ്ടീഷണറും ഇട്ട് ആഴ്ചക്ക് അവിടെ അനുമോള് പറയുന്നിട്ടൊക്കെ ഇത് ആഴ്ചക്ക് പോയിട്ട് ഇവിടെ വന്നാരെ തല നനച്ച് കുളിച്ചില്ല എന്ന്. തല നനയ്ക്കാതിരുന്നാൽ ഭയങ്കര സ്മെല്ലാണ്. കാരണം വേർപ്പുണ്ടാവും. നമ്മളെ തല നല്ലോണം വേർക്കും. വേർപ്പ് വന്നാൽ ഭയങ്കര ഒരു സ്മെല്ലാണ്. പിന്നെ അവിടെ ഓരോരോ ഇൻഫെക്ഷനും കാര്യങ്ങളും ആവും. അതേപോലെ താരം വരും. ഇതൊക്കെ തല വേർക്കുന്നുണ്ട്. തല ആഴ്ചക്കെങ്കിലും നമ്മളൊന്ന് ആദ്യമൊന്നും ഷാമ്പു ഒന്നും ആരിട്ട് വാഷ് ചെയ്യലില്ല. താളിയൊക്കെ ഇട്ടിട്ട് വാഷ് ചെയ്യലായി. ഒരു ഹെയർ വാഷ് ചെയ്യണോ? ഹെയറിന് എന്തെങ്കിലും കയറ്റിയിട്ടുണ്ടെങ്കിൽ അതിൻ്റേതായ കണ്ടീഷണറോ സ്പായൊക്കെ ചെയ്ത് അത് നീറ്റാക്കി. ആ പെണ്ണുങ്ങൾ പറയുന്നത് എന്താണെന്നറിയോ? ആ വെച്ച മുടി ഡെയിലി കഴുകാൻ പറ്റുന്ന മുടിയാ വെച്ച് കൊടുത്തതെന്ന്. കുളിക്കാൻ മടിയായിട്ടാ. എന്തൊരു കഷ്ടാന്നറിയോ?
അല്ല ഞാൻ സംസാരിക്കില്ല. ഏതായാലും ബായ് പറയാണ്. ഞാൻ കിടക്കാൻ നോക്കട്ടെ. ഓൻ്റെ ഡയറി. അപ്പോൾ എല്ലാവരോടും ബൈ ട്ടോ.